ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് വീട്ടിൽ കയറി ചെല്ലുന്ന ആൾക്കാരാണെങ്കിൽ, എസ്പെഷ്യലി വൈകുന്നേരം രാത്രിയൊക്കെ വരുന്നെന്നുണ്ടെങ്കിൽ, പണ്ടുള്ള ആൾക്കാർക്ക്, മുതിർന്ന ആൾക്കാർക്ക് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെ ദൃഷ്ടി ഒഴിയാതെ ഒരിക്കലും വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റുന്ന പ്രശ്നവുമില്ല. ഇനി അവരവിടെ ഇല്ലെങ്കിൽ വരുന്നവരെ യു ഹാവ് ടു വെയിറ്റ് ദെയർ. ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഇന്നതൊന്നും കാണാറില്ല. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യം, മനുഷ്യന്മാരിൽ നിന്നും നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ദൃഷ്ടി തട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജോലിക്ക് പോയി, അവിടെ നിങ്ങൾക്ക് എത്ര നെഗറ്റീവായിട്ട് ആൾക്കാരുണ്ടാവും. നെഗറ്റീവ് വർക്ക് എൻവയോൺമെൻ്റ് ആയിരിക്കും. അവിടെ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, ഗോസിപ്പ് പറയുന്ന ആൾക്കാരുണ്ടാവും, ജലസ് പറയുന്ന ആൾക്കാരുണ്ടാവും, പല ആൾക്കാരുണ്ടാവും. ഇതൊരു ടൈപ്പ് ഓഫ് ദൃഷ്ടിയാണ്. നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളെ സുഹൃത്തെന്ന് വിശ്വസിക്കുന്ന വ്യക്തി, എനിമി എന്ന് വിശ്വസിക്കുന്ന വ്യക്തി, എല്ലാവരിൽ നിന്നും വരും. ഇതൊന്നും എടുത്ത് വീട്ടിലേക്ക് വരരുത്. ഇതാണ് ദൃഷ്ടി അകറ്റുന്നതിൻ്റെ ഒരു റീസൺ. സെക്കൻഡ് റീസൺ, നമ്മൾക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായ ശക്തികളുണ്ട്. ടോട്ടലി ഇൻവിസിബിൾ ഫോഴ്സസ്. ഇതിനെയാണ് പ്രേതം, ഭൂതം, ബാധ എക്സെട്ര എന്ന് പല പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നേച്ചർ, നിങ്ങളുടെ കാർമിക് വാസന എന്താണോ, നിങ്ങൾക്കൊരു കാർമിക് സ്ട്രക്ചർ ഉണ്ടാവും, അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ബാധകൾ, സിമിലാരിറ്റി ഉള്ള പ്രേതങ്ങൾ, ഭൂതങ്ങൾ, ഇതാണ് നിങ്ങളിലേക്ക് അറ്റാച്ച് ആവുക. ഓരോ സ്ഥലത്തും ഏത് പ്രേതമുണ്ട് ഏത് ഭൂതമുണ്ട് പറയാനൊന്നും സാധിക്കില്ല. നിങ്ങൾ പോകുന്നതനുസരിച്ച് നിങ്ങളോട് സിമിലാരിറ്റി ഉള്ള ബാധ കൂടെ വരും. ഇതും എടുത്ത് വീട്ടിലേക്ക് പ്രവേശിക്കരുത്. ഇതാണ് മുതിർന്നവരുടെ കണ്ടീഷൻ അന്നത്തെ കാലത്ത്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ ഭൗതികമായിട്ട് ബാധിക്കും. അവരുടെ സമ്പത്ത്, സമാധാനം, സന്തോഷം, എവറിത്തിങ് വിൽ ബി ടോട്ടലി ഡിസ്റ്റർബ്ഡ്. ഇനി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ, കുറച്ച് പവർഫുള്ളായ ബാധകളാണ് ഇവരിലേക്ക് അട്രാക്റ്റ് ആവുക. അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ വ്യക്തികളുടെ പ്രാണിക് എനർജിയാണ് അവർ ഫീഡ് ചെയ്യുക. അവരുടെ ഭക്ഷണം, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സാധന ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഊർജ്ജങ്ങളാണ്. ഇതാരും പലരും സംസാരിക്കുന്നതായി കേട്ടിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ടോപ്പിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സാധാരണ ആളാണെങ്കിലും സാധന ചെയ്യുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ വീഡിയോ അവസാനം വരെ കാണാം. ഒരു അലങ്കാരത്തിന് നമ്മൾക്ക് ഇവരെ മോഷ്ടാക്കൾ എന്ന് വിളിക്കാം. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ എനർജി ഇവർ മോഷ്ടിക്കുകയാണ്. അത് അവർക്ക് പോലും ചില സമയത്ത് അറിയാറില്ല. അവർ അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ വിഷയമേ അല്ല. മോഷ്ടിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അവർ മോഷ്ടാക്കളായിട്ട് മാറും. ഇതിൽ മനുഷ്യന്മാരുടെ കാര്യം രണ്ട് വിധമുണ്ട്. ഒന്ന്, ഗോസിപ്പ് പറയുന്ന ആൾക്കാർ. വളരെ വളരെ ഏറ്റവും കോമണായി സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങളിവിടെ ഇരിക്കുന്നു, നിങ്ങളിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ അവർ അകലെയാണെങ്കിൽ പോലും കുറ്റം പറയുക, നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുക, വെറുപ്പ് പ്രചരിപ്പിക്കുക, ഹെയ്റ്റ് പറയുക, ദേഷ്യപ്പെടുക, നിങ്ങളെ കണ്ടിന്യൂസ്ലി ഒരു അസൂയ അല്ലെങ്കിൽ ജലസ് കാരണം നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നോക്കുക, എപ്പോഴും നിങ്ങളെ കളിയാക്കാൻ നോക്കുക, മെൻ്റലി സ്ട്രെയിൻ ചെയ്യാൻ നോക്കുക. ഇത്തരം ആൾക്കാർക്ക് അവരുടേതായ കർമ്മ എന്തായാലും ലഭിക്കും. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി പ്രകൃതിയിൽ നിങ്ങളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ അതേ എനർജി കോഡ് തന്നെയാണ് നിങ്ങളെ തുല്യമായി വെറുക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് വിചാരിക്കുക. നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, ഹൂഎവർ ദ ഹെൽ ഇറ്റ് മേ ബി. അവരിൽ നിന്ന് ഒരു ബോണ്ട് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്, ഒരു വയറ് നിങ്ങളിലേക്ക്, സർക്യൂട്ടിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഇതിനൊരു ശക്തിയുണ്ട്. വിരിക്ക് പോലും ചെറുത്ത് നിൽക്കാൻ സാധിക്കാത്തൊരു പവർ ഈ കോഡിനുണ്ട്. ദൈവത്തിന് പോലും നോ പറയാൻ പറ്റാത്തൊരു കോഡ് ഇവിടെയുണ്ട്. ഇമാജിനേഷനിലേക്ക് പോകണ്ട. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്റ്റുപ്പിഡ് ട്വിൻ ഫ്ലെയിംസ് ഓർ സോൾമേറ്റ് ലൈക്ക് ദാറ്റ്. കോമൺ ആയിട്ടുള്ള കാര്യമാണത്. ഇനി നിങ്ങളെ വെറുക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെ ഗംഭീരമായിട്ട് വെറുക്കുന്ന വളരെ പോയ്സണസ് ആയ ആൾക്കാരുണ്ട്. ഇവരിൽ നിന്നും ഇതിന് തുല്യമായ എനർജി കോഡ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അവരവിടെ ഇരുന്ന് വെറുക്കുകയാണ്, ഗോസിപ്പ് പറയാണ്, കുറ്റം പറയാണ്, നിങ്ങളെ കളിയാക്കുകയാണ്, കണ്ടിന്യൂസ്ലി നിങ്ങളുടെ മേലെ അസൂയാണ്. എപ്പോഴും അവരിൽ നിന്നും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് മസ്റ്റായിട്ടും ട്രാവൽ ആയിരിക്കും. ഇതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് മൈനറാണ്, പക്ഷെ അത്യാവശ്യം നിങ്ങളെ മേജറായിട്ട് എഫക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിൽ യാതൊരു സമാധാനമില്ലായ്മ, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റായിക, ശരീരത്തിന് വലിയ വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ പോലും മൈനറായിട്ടുള്ള ഫിസിക്കൽ ഡിഫിക്കൽട്ടി വന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മനസ്സ് കണ്ടിന്യൂസ്ലി അജിറ്റേറ്റഡ് ആയിരിക്കും. ഇതാണ് ഏറ്റവും വലിയ സൈൻ. സ്വന്തമായിട്ട് മനസ്സിൽ നിയന്ത്രണമില്ലാത്ത കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ആളുകളാണെങ്കിൽ നോക്കണ്ട, നിങ്ങളുടെ സ്വന്തം കുഴപ്പമാണ്. അല്ല, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അടക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അത് അജിറ്റേറ്റഡ് ആണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടപ്പെടുക, പെട്ടെന്ന് വികാരങ്ങൾ ഓവറാവുക, പെട്ടെന്ന് സ്ട്രെസ്സ് കയറി വരിക. ദീസ് ആർ കോമൺ സൈൻസ്.
സോ അതിനെ അത്ര നിസ്സാരമായിട്ട് കാണരുത്. ദൃഷ്ടി ഈസ് എ കോമൺ തിങ്. അവർ നിങ്ങളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൃഷ്ടി മീൻസ് ദർ ഇസ് എൻ എക്സ്റ്റൻഷൻ, അത്രേ ഉള്ളൂ. അതിങ്ങനെ വർക്കാവാം. ഇതാണ് കോമൺ ആയിട്ട് സംഭവിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് സാധാരണക്കാർക്കാണ്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്പിരിച്വൽ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ, ഓറയ്ക്ക് യാതൊരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ ജനിക്കുമ്പോൾ എങ്ങനത്തെ ഓറയായിരുന്നോ അത് വെച്ച് തന്നെ നടക്കുന്ന ആൾക്കാർ. ഇതാണ് സാധാരണ ആൾക്കാർ. ഓക്കെ, നൗ ദർ ഇസ് എ സെക്കൻഡ് ടൈപ്പ് വേർ വേണം വെച്ച് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുക. കോമൺ ആയിട്ട് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് എന്ന് പറയാൻ സാധിക്കും. എപ്പോഴും അങ്ങനെയല്ല, എന്നാലും വേണമെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയാൻ സാധിക്കും. അവരവിടെ നിന്ന് റിച്വൽ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, വാട്ട് എവർ ഇറ്റ് മേ ബി. ഏതെങ്കിലും പ്രോസസ്സിലൂടെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്, നിങ്ങളുടെ എനർജികളെ എഫക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്, നിങ്ങളെ താഴോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഇതും ഒരു രീതിയുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ഓറ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി കോമൺ. ഞാൻ ആദ്യം പറഞ്ഞതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അത് അവരുടെ ശക്തി കൊണ്ടല്ല, നിങ്ങളുടെ ശക്തി ഇല്ലായ്മ കാരണമാണ്. ഇതാണ് ഞാൻ എല്ലാവരോടും പറയാം. ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ദൃഷ്ടി വരുമ്പോൾ അവൻ്റെ ശക്തി കൊണ്ടല്ല നിങ്ങൾ വീഴുന്നത്, നിങ്ങളുടെ ശക്തി ഇല്ലായ്മ കാരണമാണ് വീഴുന്നത്, നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കാരണമാണ് വീഴുന്നത്. അല്ലാതെ ഇതുപയോഗിച്ച് നിങ്ങൾ വീഴ്ത്താൻ പറ്റുന്ന ആരുമില്ല. ദിസ് ഈസ് വൺ ടൈപ്പ്. ഇനി അദൃശ്യമായ ശക്തികൾ, പലരും അറിയാത്ത, കേൾക്കാത്തൊരു പോയിന്റാണിത്. ഇവിടെയും നമുക്ക് അലങ്കാരത്തിന് 3 പേരുകൾ കൊടുക്കാം: പ്രേതം, ഭൂതം, പിശാച്. പ്രേതം എന്ന് പറയുന്നത് ശരീരം നഷ്ടപ്പെട്ട ഒരു മനുഷ്യ ആത്മാവ്, അത്രയേ ഉള്ളൂ. ഇതാണ് പ്രേതം. വൈ സ്പെസിഫിക്കലി പ്രേതം എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ല. ക്രിയയൊക്കെ ചെയ്തിട്ടുണ്ട്, വീട്ടുകാർ മര്യാദയ്ക്ക് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ക്രിയകളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്, ഒന്നും എഫിഷ്യൻ്റ് അല്ല, ഇഫക്റ്റീവ് അല്ല. പണ്ടത്തെ ഒരു ഗ്ലോറി അതിനില്ല. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മരിച്ച ആൾക്കാർ അവരുടെ കാലാവധി കഴിയുന്നത് വരെ നോൺ ഫിസിക്കലായിട്ട് ഒരു ആത്മാവെന്ന് പറയുന്നത് എക്സാക്റ്റ് അല്ല, ജസ്റ്റ് അവരുടെ ഒരു ഏത്തർ ബോഡി അല്ലെങ്കിൽ ഒരു സൈക്കിക് ബോഡി പോലും അല്ല, ഒരു തരം, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ ശരീരമില്ലാത്ത അവസ്ഥയിലൂടെ ഇങ്ങനെ ഭൂമിയിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കണം. കാലാവധി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി അടുത്തേക്ക് ഷിഫ്റ്റ് ആവും, അതുവരെ ഇവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് പ്രേതം. ഇതിന് ഡയറക്ഷൻ ഇല്ല, സ്വന്തമായിട്ട് ചിന്തയില്ല, സ്വന്തമായിട്ട് വികാരങ്ങളില്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അലഞ്ഞിരുന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രേതം. രണ്ടാമത്തെ ഭൂതം. ദിസ് ഈസ് നോട്ട് ഹ്യൂമൻ ബീങ്, കുറച്ചുകൂടെ ഹ്യൂമൺ അല്ലാത്ത മറ്റ് ചില ബീങ്സ് ആണ്. എന്നാൽ കുറച്ച് നിങ്ങളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ ശക്തിയുള്ള, പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാനും ശക്തിയുള്ള ചില ബീങ്സ് ആണ്. വെരി പവർഫുൾ, ബട്ട് അത്ര പവർഫുള്ളും അല്ല. പവർഫുൾ ആണ്, പക്ഷെ അത്ര അങ്ങ് ശക്തിയുള്ള ഐറ്റം ഒന്നും അല്ല. ഇതിനും ഒരു മനുഷ്യനെ എഫക്റ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ബാധ. ഈ ബാധയാണ് നമ്മളുടെ ഹീറോ എന്ന് പറയുന്നത്. കാരണം ഇത് മനുഷ്യക്കുഞ്ഞ് തന്നെയാണ്, ശരീരം നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ഇതൊരു കിളിപോയ കേസാണ്. കിളിപോയ കേസ് എന്ന് പറഞ്ഞാൽ ജീവിക്കുമ്പോൾ മര്യാദയ്ക്ക് ജീവിച്ചില്ല, മരിക്കുമ്പോൾ മര്യാദയ്ക്ക് മരിച്ചില്ല, വീട്ടുകാർ ക്രിയ ചെയ്തു, അത് മര്യാദയ്ക്ക് ചെയ്തില്ല. നൗ ദിസ് ഇസ് ഒരു പാഴായി പോയ പ്രേതം എന്ന് പറയുന്നതായിരിക്കും ഈ ബാധ. കുറച്ചുകൂടെ ഒരു മാച്ചായിട്ടുള്ള പരിപാടി. നൗ ഇതും നിങ്ങളെ വേണം വെച്ച് എഫക്റ്റ് ചെയ്യാൻ നടക്കുന്ന പരിപാടി, അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു ജീവനല്ല, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ് അല്ല, ഒരു ബീയിങ് അല്ല. പകരം അതിങ്ങനെ ഈ പ്രേതം പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചൊരു അഗ്രസീവായിട്ടുള്ള, എവിടെയെങ്കിലും രക്ഷ തപ്പി നടക്കുന്ന ഒരു സംഭവമാണ്. നൗ ഇതിന് സിമിലർ ആയിട്ടുള്ള, ഇപ്പോൾ ദേഷ്യപ്പെട്ട് നടക്കുന്ന ഒരു ബാധയാണ് വിചാരിക്കും. ജീവിക്കുമ്പോൾ മുഴുവൻ ദേഷ്യപ്പെട്ടൊരു കർക്കശം പോലെ ജീവിച്ചൊരു വ്യക്തിയാണ്, മരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നൗ ഇതേ സ്വഭാവം ഓൾമോസ്റ്റ് സിമിലാരിറ്റി ഉള്ള മനുഷ്യന്മാരിലേക്കാണ് ഇത് അട്രാക്റ്റ് ആവുക. ഓർ അങ്ങനെ തന്നെ സ്വഭാവം വേണമെന്നില്ല, കാർമിക് സ്ട്രക്ചർ എവിടെയെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ they will naturally attract towards those kinds of beings, those kinds of human beings. അവരിലേക്ക് പോകും. നൗ ഇവരുടെ പ്രസൻസ് ഒരു പ്രോക്സിമിറ്റി കടന്നാൽ, നിങ്ങൾക്ക് ചുറ്റും ഒരു ഓറ ഉണ്ടല്ലോ, ആ ഓറയുടെ 1 ഇഞ്ച് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജി മുഴുവൻ നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ ആരംഭിക്കും. ഒരു വൈറസ് കയറുന്ന പോലെ ഇത്തരം എനർജികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആണ് ചില ആൾക്കാർ പറയുന്നത് ബാധ കയറി എന്ന് പറയും. അല്ലാതെ നമ്മൾ പ്രേത സിനിമയിൽ കാണുന്ന പരിപാടിയുണ്ട്, വെള്ളി നക്ഷത്രത്തെ കാണുന്ന പോലെ, അങ്ങനെയല്ല, അതൊക്കെ റെയറാണ്. ഇതാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള ടേം. ബാധയൊക്കെ ഒരുപാട് കയറും, വളരെ നോർമലാണിത്. ഇപ്പോൾ ബാധ ഒഴിപ്പിക്കുന്ന പൂജകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതും അത്ര നിർബന്ധമില്ലാത്ത കാര്യമാണ്. പലർക്കും ഇതൊക്കെ ഇങ്ങനെ പറയണമെന്ന് തോന്നും ട്രഡീഷണൽ ആൾക്കാർക്ക്, ബട്ട് സീരിയസ്ലി ബാധ കയറുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉള്ളിൽ ബാധയുണ്ടാവും. ഉള്ളിൽ എന്ന് പറയുന്നതിനേക്കാളും നിങ്ങളുടെ പ്രസൻസിൽ ഒരു ബാധയുണ്ടാവും. നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ ചങ്കായിട്ട് നിൽക്കുന്ന ഒരു ബാധ തൊട്ടടുത്തുണ്ടാവും. എനി കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ് വിത്തൗട്ട് എ ബോഡി, ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് ബാധ.
ഒരു കിറുക്കനായ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആണ്, അത്രേ ഉള്ളൂ. അതാണ് ഈ ബാധ. കൂടെ തന്നെയുണ്ട് പോപ്പുലേഷനിലെ 70% ആൾക്കാരുടെ കൂടെയും ബാധയുണ്ട്. ഇത്രയും പേരെ ബാധ ഒഴിപ്പിച്ചാലേ ആ വ്യക്തിയായിരിക്കും ബില്യനെയർ. സോ ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. ഡേഞ്ചറസ് എന്നുള്ളതല്ല, ദേ ക്യാൻ അഫക്റ്റ് യു. ഇറ്റ്സ് എ വെരി കോമൺ തിങ്. അതുപോലെ നിങ്ങൾ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ദേഷ്യം, മീൻസ് ഒരു കാര്യമില്ല, പെട്ടെന്ന് ആൾക്കാരോട് ദേഷ്യപ്പെടും. പിന്നെ ആലോചിക്കും ഞാനിപ്പോൾ എന്തിനാ അങ്ങനെ പെരുമാറിയത്. ദെൻ പെട്ടെന്ന് മനസ്സിങ്ങനെ ചഞ്ചലമായിക്കൊണ്ടിരിക്കും. ഇമോഷൻസ്, വിഷമം, ദേഷ്യം, അജിറ്റേഷൻ പറഞ്ഞാൽ റെസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും ഉറങ്ങിയാലും സമാധാനം തപ്പിയാലും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഓൾവേസ് യു ആർ അജിറ്റേറ്റഡ്. നൗ നിങ്ങളൊരു അമ്പലത്തിലേക്ക് വിസിറ്റ് ചെയ്തു. ഇങ്ങനത്തെ വ്യക്തികൾ അമ്പലത്തിലേക്ക്, ഒരു പവർഫുള്ളായ അമ്പലത്തിലേക്ക് പോയിട്ട് ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പുറത്ത് വന്നാൽ പെട്ടെന്ന് അത് കാമാവും. ബിക്കോസ് ആ ബാധ പോയി. ഇത്രയേ ഉള്ളൂ. അത് ക്ലെൻസ് ചെയ്യാൻ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഇവോപ്പറേറ്റ്. പവർഫുള്ളായ സ്പേസിലേക്ക് പോവുക, പവർഫുള്ളായ വ്യക്തികളുടെ അടുത്തൂടെ പോയ പോലെ അത് ഡിസിപ്പറായിട്ട്. ഒരു യോഗയുണ്ട്, നിങ്ങൾ ഒന്നും അറിയില്ല, അടുത്തൂടെ പോയി ഓൾ ദ ബാധ, ഹൺഡ്രഡ്സ് ഓഫ് ബാധകൾ ഉണ്ടെങ്കിൽ പോലും അത് ലൈക്ക് ദിസ് എല്ലാം ഡിസിപ്പറായിട്ട് പോകും. യൂണിറ്റ് ക്ലെൻസിങ് അത്രയേ ഉള്ളൂ. ഒരു ബാറ്ററി ചാർജ് പോലെ നിങ്ങളുടെ ഓരൊക്കെ ഒരു ചാർജ് കൊടുക്കണം, ഷോക്ക് കൊടുക്കണം. ദെൻ ഇതെല്ലാം ഡിസിപ്പറായിട്ട് പോകും. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് ബാധ വർക്കാവുന്നത്. ഇനി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, സാധനം ചെയ്യുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങളിലേക്ക് കുറച്ച് ഏറിയ ഐറ്റംസ് ആണ് വരിക. കിറുക്കന്മാർ വരില്ല. കുറച്ച് ബോധവും ബുദ്ധിയും വിവരവുമുള്ള കുറച്ച് പേരാണ് വരിക. നൗ ദേ വാണ്ട് യുവർ എനർജി. അവർക്ക് ഇവിടെ നിന്ന് കടക്കണം, അവർക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനമൊന്നും അവർക്കില്ല, മൈൻഡൊന്നും അവർക്കില്ല. പക്ഷെ എവിടെയോ അവർക്കറിയാം ഈ പർട്ടിക്കുലർ എനർജി ഇത്ര എമൗണ്ടിൽ അവർക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടൈം പീരീഡ് കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ എന്നേക്കുമായി ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഭൂമിയിൽ ഇങ്ങനെ ശരീരമില്ലാതെ അലയുന്ന ഒരു കാലാവധി ഇല്ലേ, അതിനെ എക്സോസ്റ്റ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. അതിന് നല്ല ഹെവി എനർജിയുള്ള പ്രാണിക് ഫോഴ്സ് ആവശ്യമാണ്. നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കണം. അതിനാണ് ഇത്തരം ആൾക്കാരോട് അട്രാക്റ്റ് ആവുന്നത്. വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങളൊരു തണുപ്പുള്ള സ്ഥലത്ത് പോയി, അവിടെ നിങ്ങൾക്ക് തണുപ്പ് തട്ടുന്നത് നിങ്ങളുടെ കൺട്രോളാണോ? തണുപ്പ് വേണം വെച്ച് നിങ്ങളിലേക്ക് വരികയല്ല, നിങ്ങൾ തണുപ്പിനെ വലിച്ചുള്ളിലേക്ക് ക്ഷണിക്കുകയല്ല. അതവിടെയുണ്ട്, നിങ്ങൾ അതിൻ്റെ പ്രോക്സിമിറ്റിയിലേക്ക് പോകുന്നു, ഓട്ടോമാറ്റിക്കലി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഈ ബാധ വർക്കാവുന്നത്. ആർക്കാണോ അവർക്ക് ആവശ്യമുള്ള എനർജി ഉള്ളത് അങ്ങോട്ടേക്ക് ഒരു കാറ്റ് പോലെ, തണുപ്പ് പോലെ, മഞ്ഞ് പോലെ വരും. വന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ബോധത്തോടെ ചെയ്യുന്നതല്ലാതെ അങ്ങനെ ആയിപ്പോകുന്നതാണ്. നൗ നിങ്ങളുടെ എനർജി വിച്ച് ഈസ് നോട്ട്, ഇഫ് പ്രോപ്പർലി നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്, അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ലീക്കാവും, അവരിലേക്ക് അങ്ങ് ഒഴുകിപ്പോവും. then അത്യാവശ്യം അവർക്കൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകും. അത്രയേ ഉള്ളൂ. ഇൻഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതോ ഒരു ബാധയെ ക്രോസ് ചെയ്യാൻ സഹായിച്ചു, ഒരു പുണ്യ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടി അതാണോ? യു ആർ എ സാധക, യു ആർ ട്രൈങ് ടു ഇൻക്രീസ് യുവർ എനർജി. ഇന്ന് കൂട്ടി നാളൊരു ബാധ വന്നു എടുത്തിട്ട് പോയി, ഇന്ന് കൂട്ടി നാളൊരു ബാധ വന്നു എടുത്തിട്ട് പോയി. ഞാൻ എത്രയോ പേരെ നിങ്ങളിങ്ങനെ ടിക്കറ്റ് കൊടുത്ത് വിടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഏത് കാലത്ത് രക്ഷപ്പെടുക? ബാധകളെ സഹായിക്കാനാണെങ്കിൽ വേറെ കുറേ ഐറ്റംസ് ബിസിനസ്സുകാർ പുറത്തുണ്ട്. ബാധ ഒഴിപ്പിക്കാം, അത് ഇത്, യു നോ ഓൾ ദ നോൺസെൻസ്. അവിടെ ഉണ്ട്, അവർ കാശുണ്ടാക്കട്ടെ. നിങ്ങൾ സാധകരാണ്, അവിടെ മാത്രം ഫോക്കസ് ചെയ്യണം. എല്ലാ ബാധയും ഫ്രീ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ്. നൗ ഏത് തരം സാധകർക്ക് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ദോസ് വിച്ച് ആർ നോട്ട് ഇനീഷ്യേറ്റഡ്, ഹു ആർ നോട്ട് ഇനീഷ്യേറ്റഡ്. ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ നിങ്ങൾക്കൊരു ഇങ്ങനെ ചെയ്ത ശക്തി കൂടും പറഞ്ഞു, നിങ്ങളത് ചെയ്തു, എന്തൊക്കെയോ എനർജി കിട്ടി. ഇതിനടുത്ത് നിങ്ങൾ വേറെ ടീച്ചറിൻ്റെ അടുത്ത് പോയി, അവരെന്തൊക്കെയോ പറഞ്ഞു, അത് ചെയ്തു, ശക്തി കിട്ടി. വേറെ ഏതോ ഒരാളുടെ അടുത്ത് പോയി, അവരെന്തൊക്കെയോ പറഞ്ഞു, നിങ്ങളെടുത്തു, പ്രാക്ടീസ് ചെയ്യാൻ നോക്കി, എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ബട്ട് എഗെയിൻ ശക്തി അവിടെ ലൂസായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരേ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള മിടുക്ക് വേണം. എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ടീച്ചർ, ഒരു സിസ്റ്റം, ഒരു യോഗ, ഒരു ലൈഫ്, ഓർ എ സിംഗിൾ സീരീസ് ഓഫ് ലൈഫ് ടൈംസ്. ഇതായിരിക്കണം ഒരു സീരിയസ് സാധകൻ്റെ മോട്ടീവ്. ഇങ്ങനെയാണ് അവർ കീപ്പ് ചെയ്യേണ്ട വിഷൻ. അല്ലാതെ ഈ ജന്മത്തിൽ ഒരു 100 പ്രാക്ടീസ്, അടുത്ത ജന്മത്തിൽ 100 ഗുരുജി, അടുത്ത ജന്മത്തിൽ 100 കള്ളൻ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പോകുന്നില്ല. 1 ടീച്ചർ, 1 സിസ്റ്റം, 1 സീരീസ് ഓഫ് ലൈഫ് ടൈം. സീരീസ് ഓഫ് ലൈഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ മുക്തി കിട്ടുന്നവരെ അങ്ങനെ തന്നെ.
അഷ്ടാംഗ യോഗ എടുത്താൽ അവിടെ മാത്രം, ക്രിയ എടുത്താൽ അവിടെ മാത്രം. മേ ബി ടേസ്റ്റ് കിട്ടാൻ അത് ഇതൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ നിങ്ങളൊരു ലൈൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവർ ബാധയല്ല, പ്രേതമല്ല, ബോധമല്ല, അസുരനല്ല, എന്ത് വന്നിട്ടും കാര്യമില്ല. നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അവരടുത്തൂടെ പോയാലും, നിങ്ങൾ ഒട്ടി നിന്നാലും, വീട്ടിൽ കയറി വന്നാലും, വീട്ടിൽ നിന്ന് പുറത്തു പോയാലും യു ആർ ബേണിങ്. നിങ്ങളുടെ ഓറ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ടാണ് പണ്ടത്തെ യോഗികൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബാക്കിൽ അഗ്നിയുടെ പെയിൻറ്റിങ് ഉണ്ടാവും. തീ കത്തുന്ന പോലത്തെ ഒരു ഓറയാണ് അവർ വരച്ചു വയ്ക്കുക. അതങ്ങനെയാണ്. യോഗാഗ്നി എന്നാ പറയുക. ഇതിനെ ഓറ എന്ന് ഒരിക്കലും ആരും വിളിക്കില്ല. യോഗ അഗ്നി. ധ്യാനിക്കുന്നു, യോഗ ചെയ്യുന്നു, അത് കാരണം ജനറേറ്റ് ചെയ്യുന്നത് എനർജി അല്ല, അഗ്നിയാണ്. ഈ അഗ്നിയിലേക്ക് ഈ ബാധകൾ വന്ന് അവർ ചുട്ട് ചാമ്പലാവും എന്നല്ലാതെ ട്രാൻസ്മിഷൻ സംഭവിക്കില്ല, ക്രോസിങ് സംഭവിക്കില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇഫ് യു ആർ പ്രാക്ടീസിങ് റേക്കിയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓറയേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും സ്റ്റീൽ ചെയ്യാം. നിങ്ങൾ ഏതോ ഗുരുജി, സ്വാമിജി, അത് ഇത് വേണ്ട അവരുടെ കാലിപ്പോയി വീണു, അവിടെയും നിങ്ങൾക്ക് ഓറ പ്രൊട്ടക്ഷനേ ഉണ്ടാവുള്ളൂ. ഏതൊരു ബാധയ്ക്കും ലീക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് യു ആർ ഓൺ ടു യോഗ. മരിക്കുന്നവരെ യു ആർ ഫോക്കസിങ് യോഗ. നിങ്ങൾക്കുള്ളത് യോഗാഗ്നി, അഗ്നി. ഇത് ബേൺ ചെയ്യാൻ സ്വഭാവമുള്ളതാണ്. ഇവിടേക്ക് ബാധ വന്നാലും പ്രേതം വന്നാലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. സോ അതാണ് ഡിഫറൻസ്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ഇത്രയും പറഞ്ഞത്, എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞത് ചോദിച്ചാൽ സ്ഥിരം ഞാൻ പറയുന്ന കൺക്ലൂഷൻ തന്നെയാണ്. യോഗ യോഗ യോഗ.